Hi, welcome back to Excel Learning. So, USSile വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡെസിമൽ മെത്തേഡ്സ് ആൻഡ് മേ ബി നിങ്ങൾക്ക് ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. പക്ഷേ ചില ആൾക്കാർക്കെങ്കിലും ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് വരാം. എന്താണ് ഈ ഡെസിമൽസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് റൈറ്റിലോട്ട് പോവോ ബാക്കിലോട്ട് വരുമോ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് രണ്ട് ഡെസിമൽ നമ്പർ വന്നാൽ എന്ത് ചെയ്യണം? സോ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ബേസിക്കലി ഡെസിമൽ മെത്തേഡ് എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഇഫ് യു ടാക്കിൾ ദ ഡെസിമൽ തിങ്സ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്ലൈഡിലോട്ട് പോവാണ് ഞാൻ. ആദ്യം നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാനാണ് എൻ്റെ പ്ലാൻ ആക്ച്വലി. സോ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഫസ്റ്റ് ഞാൻ ഡിവിഷൻ കാണിച്ചിട്ടുണ്ട്. സോ ഡിവിഷനകത്ത് നിങ്ങൾക്ക് ഇവിടെ ആദ്യം 100 ഉണ്ട്, ശ്രദ്ധിക്കണേ. സോ ഇവിടെ 100 ഉണ്ട്. ഞാൻ 100നെ 100.00 എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് 1 എനിക്ക് വേണമെങ്കിൽ 1.0 എന്ന് എഴുതാം. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, 100 ഡിവൈഡഡ് ബൈ 10. 100നെ 10 ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. അതും നിങ്ങൾക്ക് അറിയാം ആണല്ലോ. ഇനി ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, 100.00 ഡിവൈഡ് ബൈ 10. ഇവിടെ ശ്രദ്ധിക്കണേ, നിങ്ങൾ ഡിവിഷൻ ആണ് ചെയ്തത്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ 100നെ എനിക്ക് വേണമെങ്കിൽ 100.00 എന്ന് എഴുതാം. സോ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ സംഭവിച്ചേ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ ആൻസർ ആക്ച്വലി 10 എന്ന് കിട്ടി. 100 ഡിവൈഡ് ബൈ 10 ഈസ് ആക്ച്വലി 10. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആക്ച്വലി ഈ ഡെസിമൽ ബാക്കോട്ട് വന്നു ആണല്ലോ. സോ ഇവിടെ 10.0000 എന്നായി, അഥവാ 100.00 എന്ന് മാറിയിട്ട് അപ്പോൾ 10.000 എന്നായി, അഥവാ ഡെസിമൽ ബാക്കോട്ട് വന്നു. ഇതാണ് ഡിവിഷൻ. സോ ഡിവിഷനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇവിടെ 10 ആയ സമയത്ത് ബാക്കോട്ട് വന്നു. അതാണ് ഡിവിഷനകത്ത് കാണാം. ഇൻ ഡിവിഷൻ ഷിഫ്റ്റ് ദ ഡെസിമൽ പോയിന്റ് ടു ദ ബാക്ക്വേർഡ് ആസ് മെനി ടൈംസ് ആസ് ദർ ആർ സീറോസ് ഇൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൽ എത്ര സീറോ ഉണ്ട് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിലോട്ടാ വരിക. അപ്പോൾ ഇതിന് ഡിവിഷനകത്ത് കൺഫ്യൂഷൻ ഇല്ലാന്ന് മനസ്സിലാക്കുകയാണ്. സോ അഗൈൻ മൾട്ടിപ്ലിക്കേഷൻ, വീണ്ടും 100നെ 100.00 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ 100.00നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വലി എന്ത് സംഭവിക്കും? ഈ ഡെസിമൽ റൈറ്റിലോട്ട് പോകും. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡിവിഷനകത്ത് ബാക്കോട്ട് പോവോ മൾട്ടിപ്ലിക്കേഷനകത്ത് ഫ്രണ്ടിലോട്ട് പോകുന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തു നോക്കുക, എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് ആക്ച്വലി ഡെസിമൽ പോവേണ്ടതെന്ന്. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാണ്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അന്നേരം നിങ്ങൾക്ക് 100 എന്ന് മാറിയിട്ട് 1000 കാണാം, അഥവാ ഈ ഡെസിമൽ പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആയി. അന്നേരം നിങ്ങൾക്ക് കിട്ടി 1000.0. റെഡി? സോ അങ്ങനെയാണെങ്കിൽ ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് 1 പ്ലേസ് ടു ദ റൈറ്റ്. ഇതാണ് മൾട്ടിപ്ലിക്കേഷനകത്ത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 10.00 into 100 ആക്ച്വലി എന്ത് സംഭവിച്ചു? ഇവിടെ 10.00നെ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് 1000 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ 20 ഷിഫ്റ്റ് 2 പ്ലേസസ് ടു ദ റൈറ്റ്. ഓക്കെ ആണല്ലോ. സോ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻ മൾട്ടിപ്ലിക്കേഷൻ ഷിഫ്റ്റ് ഡെസിമൽ പോയിന്റ് ടു ദ റൈറ്റ് ആസ് മെനി ടൈംസ് ആസ് ദർ ആർ സീറോസ് ഇൻ ദ മൾട്ടിപ്ലയർ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര സീറോസ് ഉണ്ട്, അത്രയും സീറോസ് നിങ്ങൾ ഇവിടെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഡെസിമൽ അതിനനുസരിച്ച് കൊടുക്കുക ആണല്ലോ. സോ അങ്ങനെയാണ് അടുത്ത നമ്പർ നോക്കാം, മൾട്ടിപ്ലൈ ഡെസിമൽസ. സോ നിങ്ങൾക്ക് ഇവിടെ 1.0 into 1.1 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഡെസിമൽ നമ്പറാണ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡെസിമൽ ഒന്നും ഇല്ലാണ്ട് വിചാരിക്കും. ഓക്കെ, സോ ഞാൻ ഇതിനകത്ത് ഡെസിമൽ കളഞ്ഞാൽ എനിക്ക് കിട്ടും 10 ആണല്ലോ. 1.1ന്റെ ഡെസിമൽ കളഞ്ഞാൽ എനിക്ക് കിട്ടും 11. സോ 10ന്റെ 11 ചെയ്യുന്നു, 110 എന്ന ആൻസർ കിട്ടി. ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് നോക്കുക, ക്വസ്റ്റ്യനകത്ത് 1 കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു നമ്പർ. സിമിലർലി ഇവിടെ 1.1നകത്തും ഡെസിമൽ കഴിഞ്ഞിട്ട് 1 നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് ഡെസിമൽ ആയിട്ട് ഇവിടെ 1 നമ്പർ ആൻഡ് ഇവിടെ 1 നമ്പർ. സോ യുവർ ആൻസർ ഷുഡ് ഹാവ് 2 ഡെസിമൽ നമ്പേഴ്സ് ആഫ്റ്റർ ഡെസിമൽ. സോ നിങ്ങൾക്ക് 110 അഥവാ 110 കിട്ടി, 110 കിട്ടി. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് 2 ഡെസിമൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആൻസറിനകത്തും ഇതുപോലെ 2 ഡെസിമൽ പോയിന്റ്സ് ഡെസിമൽ കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ടാക്കി കൊടുക്കുക. വിച്ച് മീൻസ് 110ല് 1 കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഡെസിമൽ ഇട്ട് കൊടുത്ത ആൻസർ കിട്ടും. സോ അതാണ് 1.10. സോ ബേസിക്കലി ഇതാണ് ഡിവിഷനകത്ത് ബാക്കോട്ട് വരും, മൾട്ടിപ്ലിക്കേഷനകത്ത് ഫ്രണ്ടിലോട്ട് പോകും. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 2 ഡെസിമൽസ് ആണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡെസിമൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് ക്വസ്റ്റ്യനകത്ത് എത്ര ഡെസിമൽ ഉണ്ടോ ചെക്ക് ചെയ്യുന്നു, അത്രയും ഡെസിമൽസ് നിങ്ങൾ ആൻസറിനകത്ത് ഇട്ട് കൊടുക്കുക. ഇതാണ് ഈ സെഷൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് ഞാൻ വിചാരിച്ചത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാഗ് ഹോൾഡ് 4.7 kilogram ഓഫ് റൈസ്. അപ്പോൾ ഒരു ബാഗ് ഉണ്ട്, അതിൽ ചാക്ക് എന്നൊക്കെ പറയാൻ നമുക്ക് വേണേൽ, അതിനകത്ത് 4.7 kilogram റൈസ് ഉണ്ട്. ഇനി ഹൗ മച്ച് റൈസ് ക്യാൻ 8 such ബാഗ്സ് ഹോൾഡ്. അപ്പോൾ അങ്ങനത്തെ 8 ബാഗ് ഉണ്ടെങ്കിൽ എത്ര റൈസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ 1 ബാഗിൽ 4.75, ഒരു ബാഗ് കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും 4.75 ഇതിൽ, ദെൻ അടുത്തതിൽ 4.75. റെഡി ആണല്ലോ. അപ്പോൾ എന്താ ചെയ്തത്, 4.75 plus 4.75 എന്ന് വന്നു. അതല്ലേ വേണമെങ്കിൽ
4.75 ഇൻറ്റു 2 എന്ന് ചെയ്യാലോ, ആണല്ലോ. റെഡി. ഇനി 3 ബാഗ് ആണെങ്കിലോ 4.75 ഒരെണ്ണം, അടുത്ത് 4.7 ഒരെണ്ണം, പിന്നെ ഒരു 4.75 വിച്ച് മീൻസ് 4.75 പ്ലസ് 4.75 പ്ലസ് 4.75 അതല്ലേ 3 times 4.75 എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ 8 ബാഗിനകത്ത് we should have 8 into 4.75. 8 into 4.75 ഇതാണ് നമ്മുടെ ആൻസർ. അത് ഇതിനകത്ത് ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെസിമൽ ഇല്ലാന്ന് അസ്യൂം ചെയ്യുക. അപ്പം അന്നേരം നിങ്ങൾക്ക് 4.75 എന്തായി 4075 ആയി. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റെഡി. സോ അതിനെ നിങ്ങൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഫൈനൽ ആൻസറിനകത്ത് നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പോയിന്റ്സ് ആണ് ഉള്ളത്, ആണല്ലോ. സോ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പോയിന്റ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആൻസറിനകത്തും ഇതുപോലെ നിങ്ങളുടെ കിട്ടുന്ന വാല്യൂവിനകത്ത് ഒരു ഡെസിമൽ പോയിന്റ് എടുക്കുക. സോ ദാറ്റ് ആ ഡെസിമലിന് ശേഷം രണ്ട് നമ്പേഴ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ നോക്കാം 475 into 8 നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 0 4 8 into 7 56 plus 4 is actually equal to 60 then 6 8 into 4 32 plus 6 is actually 38. അപ്പോൾ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചു 3800 ആണല്ലോ. 3800 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടി. പക്ഷേ വീണ്ടും പറയാണ് നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് ആക്ച്വലി 2 ഡെസിമൽ പോയിന്റ്സ് ഉണ്ടായിരുന്നു, വിച്ച് മീൻസ് ഡെസിമലിന് ശേഷം 2 പോയിന്റ്സ് ഉണ്ടായിരുന്നു. 8-നകത്ത് ഡെസിമൽ ഇല്ല, ഓക്കെ. പക്ഷേ 4.75-നകത്ത് 4 കഴിഞ്ഞിട്ട് ഡെസിമൽ ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് 2 നമ്പേഴ്സ്. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫൈനൽ ആൻസറിനകത്തും ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കണം, സച്ച് ദാറ്റ് അതിൻ്റെ ആൻസറിനകത്തും ഡെസിമൽ കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് വരണം. വിച്ച് മീൻസ് ഇവിടെ നിങ്ങൾ ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കുന്നു, അഥവാ 38 കഴിഞ്ഞിട്ട് നിങ്ങൾ ഡെസിമൽ ഇട്ട് കൊടുക്കുക. അപ്പം അന്നേരം നിങ്ങൾക്ക് കിട്ടും എന്താ 38.00. അഥവാ അതിനകത്ത് ആൻസർ ഉണ്ട്, യെസ്, ഓപ്ഷൻ ബി ആണ് അടുത്ത ആൻസർ, 38 കിലോഗ്രാം. റെഡി ആണല്ലോ, മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the perimeter of regular hexagon of sides 2.35 meters. അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ ഹെക്സഗൺ എന്താണെന്ന് അറിയണ്ടാവും. ഹെക്സഗൺ എന്താണ്? ഒരു പോളിഗൺ ആണ്. സോ ഏറ്റവും സ്മോളസ്റ്റ് പോളിഗൺ ട്രയാങ്കിൾ ആണ്, 3 sides ആണ്, ദെൻ ക്വാഡ്രിലാറ്ററൽ, ദെൻ പെന്റഗൺ, ദെൻ ഹെക്സഗൺ. വിച്ച് മീൻസ് 6 sides ഉള്ള ഹെക്സഗൺ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. സോ ഹെക്സഗണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആണ് എന്നാണ് അർത്ഥം. സോ ഹെക്സഗണകത്ത് 6 sides ആണ് ആൻഡ് 1 side 2.35 ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാം, മെൻസുറേഷനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ 2.35 അങ്ങനത്തെ എത്ര 2.35 ഉണ്ടാവും? സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 4 sides ആണ് അല്ലേ. സമചതുരം ഇതിനകത്ത് 1 2 3 4 എല്ലാ സൈഡും ഈക്വൽ ആണ് സ്ക്വയറിനകത്ത്. സിമിലർലി റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഷേപ്പ് ആയിരിക്കും, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും, അങ്ങനത്തെ 6 sides ഉണ്ടാകും. അപ്പോൾ അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക 2.35 into 6 ചെയ്യുക, ആണല്ലോ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതും അഗൈൻ ഡെസിമലാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 2.35 into 6-നകത്ത് പോയിന്റ് ഇല്ല നമ്മൾ വിചാരിക്കുക. അപ്പോൾ അന്നേരം നമുക്ക് കിട്ടും 235 into 6. റെഡി. 235 into 6 ചെയ്യുന്നു. അപ്പോൾ അന്നേരം നമുക്ക് 6 into 5 30, ഇവിടെ 3 6 into 3 18 plus 3 is 21, then 2 ഇവിടെ 6 into 2 12 plus 2 14. ഇനി കഴിഞ്ഞില്ല, ക്വസ്റ്റിനകത്ത് ആക്ച്വലി 6 ഡെസിമൽ ഒന്നുമില്ല, ഓക്കെ. പക്ഷേ 2.35-നകത്ത് 2 ഡെസിമൽ ഉണ്ടല്ലോ. അപ്പം അന്നേരം ഡെസിമൽ കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ഉണ്ട്. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആൻസറിനകത്തും സിമിലർലി ഡെസിമൽ കഴിഞ്ഞിട്ട് 2 നമ്പേഴ്സ് ഉള്ള പോലെ ആക്കണം. സോ 14 കഴിഞ്ഞിട്ടാ ഞാൻ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുന്നു, പോയിന്റ് ഡെസിമൽ ഇട്ട് കൊടുക്കുന്നു. അന്നേരം എനിക്ക് കിട്ടി 14.10. റെഡി ആണല്ലോ. സോ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ 14.10? യെസ്, ഓപ്ഷൻ ഉണ്ടോ. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം, മുന്നോട്ട് പോകാം. റെഡി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ദിവസം നോക്കാം. Find the area in square meter of a rectangle of length 6.25 meter and width 4.2 meter. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, റെക്റ്റാങ്കിളിലെ ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു, അഥവാ ഞാൻ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്, ഈസ് ആക്ച്വലി ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. റെഡി. സോ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്താൽ മതി. നമുക്ക് ക്വസ്റ്റിനകത്ത് ലെങ്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, ആണല്ലോ. റെഡി അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, ലെങ്ത് വിഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 6.25 ഇൻറ്റു 4.2. സോ 6.25 into 4.2 രണ്ടിനകത്തും ഡെസിമൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടിനകത്ത് ഡെസിമൽ ഇല്ലാന്ന് അങ്ങോട്ട് വിചാരിക്കുന്നു, എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഫൈനലി നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇവിടെ 2 ഡെസിമൽസ് പോയിന്റ്, അവിടെ ഒരെണ്ണം. സോ ടോട്ടൽ 3 പോയിന്റ്സ് ആയിരിക്കണം ഡെസിമൽ കഴിഞ്ഞിട്ട് വരുന്നത്. അതുപോലെ നമ്മൾ ആക്കും. സോ 6.25 into 4.2 നമ്മൾ ചെയ്യാണ്. സോ ഇതിനകത്ത് എവിടെ എഴുതാം, ഇവിടെ എഴുതാം അല്ലേ.
സോ 62, 625 ആൻഡ് 42 ചെയ്യുന്ന സമയത്ത് 5 into 2 is actually 10. ഇവിടെ 1, 2 into 2 4 plus 1 5, 2 into 6 is 12, അടുത്ത 4 into 5 20, 4 into 2 8 plus 2, 4 into 2 8 ആണ്, 8 plus 2 is actually 10, then 4 into 6 24 plus 1 25. ready? so ഇത് കഴിഞ്ഞാൽ 0 5 then 2 and 6 2 2 6 2 5 0. ഓക്കെ, സോ എനിക്ക് കിട്ടി 2 6 2 5 0 എന്ന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞില്ല, ക്വസ്റ്റ്യനകത്ത് നമ്മൾ ആക്ച്വലി ഡെസിമൽ ഒന്നും ഇല്ലാണ്ടാണ് ചെയ്തത്. സോ ഡെസിമൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ 2 എണ്ണം, ഇവിടെ 1 എണ്ണം, ടോട്ടൽ 3 എണ്ണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഡെസിമൽ ഇട്ട് കൊടുക്കണം. സച്ച് ദാറ്റ് ഡെസിമൽ കഴിഞ്ഞതിന് ശേഷം 3 ആൾക്കാർ വരണം. അപ്പോൾ അന്നേരം ഞാൻ 26 കഴിഞ്ഞിട്ട് ഡെസിമൽ ഇട്ട് കൊടുക്കുന്നു. സോ 26 കഴിഞ്ഞ് ഡെസിമൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഡെസിമൽ ആഫ്റ്റർ ഡെസിമൽ വി ഹാവ് 3 കാൻഡിഡേറ്റ്സ് വിച്ച് ലാസ് 2 ഉണ്ട്, 5 ഉണ്ട്, 0 ഉണ്ട്. റെഡി? സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? 26.25 സ്ക്വയർ മീറ്റേഴ്സ് അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ്, വി ഹാവ് ഓപ്ഷൻ ബി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്ഷൻ ബി മാർക്ക് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. റെഡി? സോ അങ്ങനെയല്ല, അടുത്ത ദിവസം നോക്കാം. 0.001344 ഡിവൈഡ് ബൈ 0.3 into 0.7 എങ്ങനെ ചെയ്യും? ഈസി ആണോ? നമ്മൾ ഈ ഡെസിമൽ ഇങ്ങനെ എല്ലാം കൂടെ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡെസിമൽ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാണിച്ചു തരാം. സോ അതിനകത്ത് ഞാൻ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് 0.3 into 0.7 അതിനൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇത്രയേ ഉള്ളൂ. ഞാൻ മോൾ അതുപോലെ തന്നെ 0.001344 എന്ന് എഴുതുന്നു. താഴെ 0.3 into 0.7 ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. സച്ച് ദാറ്റ് ഇവിടെ 3 into 7 ചെയ്യുന്നു. ഓക്കെ, ഡെസിമൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് 3 into 7 എന്ന് ചെയ്യുന്നു. അന്നേരം എനിക്ക് 21 എന്ന് കിട്ടും. പക്ഷെ കഴിഞ്ഞില്ല, ഇവിടെ ആക്ച്വലി ഡെസിമലായിട്ട് 1 പോയിന്റ് ഉണ്ട്, ഇവിടെ 1 പോയിന്റ് ഉണ്ട്. സോ 21 എന്താവണം, ഇവിടെ 1 ഇവിടെ 1. സോ 2 ഡെസിമൽ പോയിന്റ്സ് വരണം. അപ്പോൾ അന്നേ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 0.21. റെഡി? സോ 0.3 0.7 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0.21 എന്ന് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിനകത്ത് നമ്മൾ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഡെസിമൽസിനെല്ലാം കളയാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ അതിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് റൈറ്റിലോട്ടായിരിക്കും പോകുന്നത്, ആണല്ലോ. സോ ഞാൻ മുകളിലും താഴെയും ഞാനൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും 2 പോയിന്റ് അങ്ങോട്ട് മാറും, ആണല്ലോ. ഇവിടെ 2 പോയിന്റ് ഇങ്ങോട്ട് മാറും. സച്ച് ദാറ്റ് താഴെ എനിക്ക് 21, മുകളിൽ എനിക്ക് 0.1344 ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ആണല്ലോ. 2 പോയിന്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്തു. സച്ച് ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. കാരണം എന്താ, 100 ഡിവൈഡ് ബൈ 100 എന്താണ്, 1 ആണ്. സോ 0.1344 എന്ന് കിട്ടി, താഴെ 21 എന്നും കിട്ടി. കഴിഞ്ഞില്ല. അഗെയിൻ ഇപ്പോഴും ഒരു സുഖമില്ല. 0.1344 ആണ്, താഴെ 21 ആണ്, ഇപ്പോഴൊരു സുഖമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അഗെയിൻ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. 0.1344 ഡിവൈഡഡ് ബൈ 21 ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് താഴെ ആൻഡ് മുകളിലും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് എനിക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഞാൻ മുകളിലും താഴെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു പ്രശ്നമില്ല. സച്ച് ദാറ്റ് നേരത്തെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അന്നേരം ഒരു പ്രശ്നം പറ്റിയില്ല. ഇപ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഒരു റീസൺ ഉണ്ട്. 1000 അല്ല, ആക്ച്വലി 10,000. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇവിടെ 1 കഴിഞ്ഞിട്ട് 1 2 3 4 zeros ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എല്ലാം കൂടെ ഷിഫ്റ്റ് ആയിട്ട് റൈറ്റിലോട്ട് 1344 എന്ന് വരും. മനസ്സിലായില്ല? ഒന്നുകൂടെ കാണിക്കാം. സോ എനിക്കിവിടെ ഞാൻ ഇവിടെ എഴുതാണ്. സോ അവിടെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10,000-നകത്ത് ഇവിടെ എനിക്ക് 4 zeros ഉണ്ട്. അപ്പോൾ 1 0 ആയിരുന്നെങ്കിൽ ഒരു പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവും. 2 0 ആണെങ്കിൽ 2 പോയിന്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവും. ഇത്തവണ എനിക്ക് 4 zeros ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 പോയിന്റ്സ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ എനിക്ക് കിട്ടും 1344 ഡിവൈഡഡ് ബൈ താഴെ 21 into 1000 ഇങ്ങനെയായി. ഇപ്പോൾ കുറച്ചും കൂടെ വൃത്തിയായി, ആണല്ലോ. 1344 ഡിവൈഡ് ബൈ 21 താഴെ ഒരു 1000 ആണല്ലോ. ഇനി നിങ്ങൾ ഓപ്ഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാത്തിനകത്ത് ഒരു 64, ഇവിടെ 64, ഇവിടെ 64, ഇവിടെ 64 ആണല്ലോ. എല്ലാത്തിനകത്ത് ഒരു 6 4 ഉണ്ട്. വിച്ച് മീൻസ് നിങ്ങൾ 1344-നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ വന്നത് 64 ആയിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ 64 എന്ന് എഴുതാം. താഴെ ഒരു 1000 അല്ല 10,000. റെഡിയാണല്ലോ. സോ 64 ഡിവൈഡഡ് ബൈ 10,000. ശ്രദ്ധിക്കണേ,
ഇപ്പോൾ 64 ഡിവൈഡ് ബൈ 10,000 എന്നായിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്ലൈഡിനകത്ത് ഞാൻ കാണിച്ചു ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ബാക്കോട്ട് ഷിഫ്റ്റ് ആവും. എന്ത് പോയിന്റ് താഴെ 10 ആയിരുന്നപ്പോൾ 1 പോയിന്റ് ബാക്കിലോട്ട്, 100 ആണെങ്കിൽ 2 പോയിന്റ് ബാക്കിലോട്ട്. ഇവിടെ 10,000 ആണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 4 പോയിന്റ്സ്, ഇവിടെ 4 സീറോസ് ഉണ്ട്, അപ്പോൾ 4 പോയിന്റ്സ് ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി 64നെ എനിക്ക് 64.0 എന്ന് എഴുതാം, കുഴപ്പമുണ്ടോ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ബാക്കോട്ട് ഷിഫ്റ്റ് ചെയ്യണം ഡെസിമലിനെ, സച്ച് ദാറ്റ് എനിക്ക് ഇങ്ങനെ കിട്ടും. ആദ്യം ഡെസിമൽ ഒരെണ്ണം ഷിഫ്റ്റ് ചെയ്താൽ 6.4 ആവും, രണ്ടെണ്ണം ഷിഫ്റ്റ് ചെയ്താൽ 0.64 ആവും. ഇനി അഡീഷണലി ആളില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും സീറോസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ വരും 0.0064 0.0064 ഇങ്ങനെ ആയിരിക്കും. 64നെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് 0.0064. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യാം ടിക്ക് ചെയ്യാം പോവാം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഡിവിഷൻ ആവുന്ന സമയത്ത് ബാക്കോട്ട്, മൾട്ടിപ്ലിക്കേഷൻ ആവുന്ന സമയത്ത് റൈറ്റിലോട്ട് ആണല്ലോ, ഫ്രണ്ടിലോട്ട് പോകും. ഇത്രേ ഉള്ളൂ. ഇനി സീറോസിനനുസരിച്ച് നിങ്ങൾ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ഈ ഐഡിയ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നേ ഉള്ളൂ. വെറും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിനകത്ത് ഓൾറെഡി പഠിച്ചാണ്. അങ്ങനെ അടുത്ത ക്വസ്റ്റ് നോക്കാം. 1.25 മൈനസ് 0.25 ഡിവൈഡ് ബൈ 1.25 പ്ലസ് 0.75. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 1.25 നിന്ന് 0.25 പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ് 1. അടുത്തതാ 1.25 0.75 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 2. 1/2 എന്ന് പറഞ്ഞാൽ എന്താണോ ഹാഫ് അല്ലേ, ഹാഫിന് എനിക്ക് വേണമെങ്കിൽ 0.5 എന്ന് പറഞ്ഞൂടെ. സോ ആൻസർ എന്താ ഇവിടെയാ 0.5. ഓപ്ഷൻ എ ടിക്ക് ചെയ്യുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. ഈസിയാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. അഗൈൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മൈനസ് 0.615. ഇപ്പോൾ നമ്മൾ ഇതുവരെ സബ്സ്ട്രാക്ഷൻ ഒന്നും കാണിച്ചില്ല അല്ലേ. സോ 1 മൈനസ് 0.615 എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 1 ആൻഡ് താഴെ 0.615. ഓക്കെ, സോ 1ന് അടുത്ത് വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഇവിടെ സീറോസിന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ എങ്ങനെയാണോ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് അതുപോലെ ആൻസർ ചെയ്യുക. ഇവിടെ ഡെസിമൽ എവിടെയാണുള്ളത് അത് അതിനനുസരിച്ച് കറക്റ്റ് പോയിന്റ് തന്നെ ഡെസിമൽ ഇട്ട് കൊടുക്കുക. സോ 10 മൈനസ് 5 ആയിരിക്കും വരുന്നത്. ഇവിടെ 0-നകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ 1-നകത്ത് ഒരാൾ അങ്ങോട്ട് എടുക്കും, ദെൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, ദെൻ ഇവിടെ 10 ആവും. സോ 10 മൈനസ് 5 is ആക്ച്വലി 5. ഇവിടെ ഇപ്പോൾ എന്തായിട്ടുണ്ടാവും 9 ആയിരിക്കും. 9 മൈനസ് 1 8. ദെൻ ഇവിടെ അഗൈൻ 9 ആയിരിക്കും. 9 മൈനസ് 6 3. ദെൻ 1 ഒക്കെ പോയി ഇപ്പോൾ ഇവിടെ 0 ആയിട്ടുണ്ടാവും. സോ 0.385. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്, മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിനകത്ത് പഠിച്ച അഡീഷൻ സബ്സ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഡെസിമൽസ് വരുന്ന സമയത്ത് മേ ബി കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കാം തുടക്കത്തിൽ, പക്ഷേ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണ് ഡിവിഷൻ. ഇനി നിങ്ങൾക്ക് ഡിവിഷനകത്ത് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്ന കൺഫ്യൂഷൻ ആണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. 100 ഡിവൈഡ് ബൈ 10 ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. 100-നകത്ത് പോയിന്റ് ബാക്കിലോട്ട് പോയിട്ടാണ് ആൻസർ 10 എന്ന് വന്നത്. ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 100 into 0 ചെയ്യുന്ന സമയത്ത് 10 ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1000 കിട്ടുന്നു. എന്താ സംഭവിച്ചത്? 100.0 ആയിരുന്നു, ആ പോയിന്റ് നേരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ അന്നേരം നിങ്ങൾക്ക് കിട്ടി 1000. ഈസി ആണോ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ആക്ച്വലി ഡെസിമൽ മെത്തേഡ്സ്. സോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ഇതുവരെ നിങ്ങൾ കേട്ടതിന് താങ്ക് യു. ആൻഡ് ഇതിൽ കണ്ട് നിർത്തരുത്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. USS കിട്ടണമെങ്കിൽ പ്രാക്ടീസ് ആണ്, കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ആണ് ഒബ്വിയസ്ലി നിങ്ങളെ മുന്നോട്ട് എത്തിക്കുന്നത്. അല്ലാണ്ട് ഒരു ദിവസം മാത്രം പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് USS ആർക്കും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കുറച്ച് മാത്രം പഠിക്കുക ആൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഹാബിറ്റ് ബിൽഡ് ചെയ്യുക. അന്നേരം നിങ്ങൾ എന്താവും ടോപ്പറായിട്ട് വരും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.